സോ ഗൈസ് റീസെന്റ് ആയിട്ട് പുറത്തിറങ്ങിയ അപ്ഡേറ്റ്സ് ഒക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമേസിംഗ് സ്പൈഡർമാൻ 3 ഓൺ ആയിട്ടുണ്ടെന്നാണ്. അതായത് ആ ഒരു സംഭവം നമ്മുടെ മാർവൽ സോണിയും കൂടി ആലോചിക്കുന്നുണ്ടെന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്സ് പറയുന്നത്. അതായത് സീക്രട്ട് വാർസിന് ശേഷം നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ നമ്മുടെ മാർവലിൽ തന്നെ മെയിൻ യൂണിവേഴ്സിൽ മെയിൻ ടൈം ലൈനിൽ തന്നെ നിൽക്കുന്നതാണ് ഇപ്പോഴത്തെ റൂമേഴ്സ് ഒക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ ചോദിക്കും നമ്മുടെ ടോം ഹോൾഡ് സ്പൈഡർമാൻ അവിടെ പോയി അദ്ദേഹമുള്ള സ്പൈഡർമാൻ യൂണിവേഴ്സിൽ പിന്നെ മറ്റു സ്പൈഡർമാൻ്റെ ആവശ്യമുണ്ടോന്ന്. ആക്ച്വലി ഈ ഒരു ട്രയോളജി എൻഡോട് കൂടി നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാനെ ഏകദേശം അവർ ഒന്നു കളയും, അതന്നെ വേറൊന്നുമില്ല. അപ്പം ഞാൻ സ്റ്റോറിയുടെ എനിക്ക് കിട്ടിയിരിക്കുന്ന റൂമർ വെച്ച് ഞാൻ പറയാം. അതായത് നമ്മുടെ ഗ്വെന്നിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ MCU എത്തിയിരിക്കുന്ന ആൻഡ്രൂ ഗാർഫീൽഡിന്റെ സ്പൈഡർമാൻ മെഫിസ്റ്റോവുമായിട്ട് ഒരു ഡീലെത്തുകയാണ്. അതായത് ഗ്വെന്നിനെ തിരിച്ചു കൊണ്ടുവരാനായിരുന്നു ആ ഒരു ഡീൽ എന്ന് പറയുന്നത്. ഇതിനിടയിൽ കൂടെ കുറേ ഡിപ്രഷൻ പരിപാടികളൊക്കെ കടന്നു പോകുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല സീക്രട്ട് വാർസ് ഇവൻസിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആനിമയും പിന്നെ അത് മാത്രമല്ല ആ യൂണിവേഴ്സിൽ എല്ലാവരെയും ഇത് നഷ്ടപ്പെടുന്നുണ്ട്. സോ ഈ ഇൻസിഡൻറ്റൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മുടെ അമേസിംഗ് സ്പൈഡർമാൻ 3 എന്ന് പറയുന്ന ആ ഒരു പടം ലാസ്റ്റ് നമ്മുടെ മെഫിസ്റ്റോന്റെ കയ്യിലേക്ക് പോയത് കാരണം നമ്മുടെ ആൻഡ്രൂ ഗാർഫീൽഡ് സ്പൈഡർമാൻ ടോം ഹോളണ്ട് സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്ന ഒരു ഡാർക്ക് പരിപാടിയാണ് ഈ സിനിമ എന്നാണ് പറയുന്നത്. എന്തൊക്കെ നിങ്ങൾക്ക് കാത്തിരുന്ന് തന്നെ കാണാം അല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.